ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിനായിരുന്നു നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം 285 പോയിൻറ്റ്സ് ഗെയിനോടുകൂടിയാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ആയത്. അതിനുള്ള പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ന് ആ നിഫ്റ്റി ബാങ്ക്, അതുപോലെ ബാങ്കിങ് സെക്ടറിൽ, അതുപോലെ ഫിനാൻഷ്യൽ സെക്ടറിൽ, ഈ ഒരു സെക്ടറുകളിൽ വന്ന നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൻ്റെ പെർഫോമൻസ് ആയിരുന്നു ഇന്ന് നിഫ്റ്റിനെ പ്രധാനമായിട്ടും മുകളിലേക്ക് കൊണ്ടുപോയത്. അതുമാത്രമല്ല ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു ഇന്ന്. അപ്പം ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 9082 ഓപ്പൺ ആയതിനു ശേഷം 9334 വരെ ഹൈ പോയി. അത് തുടർന്ന് 9314 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 3.25% വർധനവായിരുന്നു ഇന്ന് രേഖപ്പെടുത്തിയത്. അതായത് ഏകദേശം ഒരു 1000 പോയിൻറ്റ്സിനടുത്ത് സെൻസെക്സും അപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ആകപ്പാടെ ഫാർമ സെക്ടർ ആയിരുന്നു ഇച്ചിരി ഒരു ലോസ് റിപ്പോർട്ട് ചെയ്തത്. മീഡിയ അതേ തുടർന്ന് ഒരു ബോർഡറിലാണ് എൻഡ് ആയിരിക്കുന്നത്. ഏകദേശം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിങ് ആണ് മീഡിയയിൽ കണ്ടത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ ഇന്ന് പോസിറ്റീവിലാണ് പോയത്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ ഇന്ന് നേടിയത്. അപ്പോൾ ആ ഒരു സെക്ടറായിരുന്നു ഇന്ന് നിഫ്റ്റിക്ക് അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിന് നല്ലൊരു ഉണർവ് കൊടുത്തതും. ഇനി അഡ്വാൻസസ് ഡിക്ലൈൻസ് നോക്കുകയാണെങ്കിൽ 41 സ്റ്റോക്കുകളായിരുന്നു നിഫ്റ്റിയിൽ അഡ്വാൻസസിലുണ്ടായിരുന്നത്. 9 സ്റ്റോക്കുകളാണ് ഡിക്ലൈനിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് ആയതിനു ശേഷം ഒരു ഡൗണിലായിരുന്നു മാർക്കറ്റ് ആദ്യം വന്നത്. ആ ഒരു കൊറോണയുടെ ഒരു ന്യൂസും അതുപോലെ തന്നെ ആ കൊറോണ കേസസിലുണ്ടായ വർധനവൊക്കെ ആയിരുന്നു പ്രധാന കാരണം. പിന്നീട് നോക്കുകയാണെങ്കിൽ ആ ഒരു നിഫ്റ്റി ബാങ്ക്, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൻ്റെ ഒക്കെ ഒരു പ്രകടനമായിരുന്നു പിന്നീട് മാർക്കറ്റിനെ അല്ലെങ്കിൽ നിഫ്റ്റിനെ തിരിച്ചു കൊണ്ടുവന്നത്. നല്ലൊരു ഗെയിനോട് കൂടിയാണ് ഇന്ന് മാർക്കറ്റ് എൻഡ് ആയിരിക്കുന്നത്. ഇനി നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ്, അതായത് 9190 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസിനൊക്കെ ഇപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് എൻഡ് ആയിരിക്കുന്നത്. അപ്പം നാളെ നോക്കുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി എക്സ്പയറി ആണ് മെയ് മന്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നാളെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേ തുടർന്ന് മാർക്കറ്റ് വീണ്ടും ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കൊരു 500-600 വരെയൊക്കെ 9600 വരെയൊക്കെ മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ആ ഒരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാങ്കിങ് സെക്ടറിൻ്റെ ഒരു ഗെയിൻ തന്നെയായിരുന്നു. അത് നോക്കുകയാണെങ്കിൽ നിറയെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ബാങ്കിങ് സെക്ടറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ആ ഒരു ബാങ്കിങ് സെക്ടറിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇന്നലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റികളെല്ലാം നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറുകളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ അതുമാത്രമല്ല ആ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ടും പിന്നെ അതുപോലെ തന്നെ സ്റ്റിമുലസ് പാക്കേജിൻ്റെ എക്സ്പെക്റ്റേഷൻസും അതേ തുടർന്ന് ലോക്ക്ഡൗണിൻ്റെ കൂടുതൽ റിലാക്സേഷൻസ് വരുന്നതൊക്കെയാണ് ഒരു മാർക്കറ്റിൽ പുതിയ പ്രതീക്ഷകൾ കൊണ്ടുവന്നത്. അതുമാത്രമല്ല ബിസിനസ് ആക്ടിവിറ്റികൾ കൂടുതലായിട്ട് റെസ്യൂം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്ന രീതിയിലേക്കാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ കൂടുതലൊരു ഉണർവ് നൽകിയതും. അപ്പോൾ വരും ദിവസങ്ങളിലെ മാർക്കറ്റും ന്യൂസുകളൊക്കെ വാച്ച് ചെയ്യുക. കാരണം നമുക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്കിപ്പോഴും ഒരു വറി ചെയ്യേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ US ചൈന ആ ഒരു ട്രേഡ് വാറിൻ്റെ ടെൻഷൻസ് തന്നെയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തൊക്കെ വാർത്തകൾ അതിനെ സംബന്ധിച്ച് വരുന്നു എന്നൊന്ന് വാച്ച് ചെയ്യുക. പിന്നെ കൊറോണയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ആ ഒരു കൊറോണ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് ആൾക്കാരുടെ മെൻറ്റാലിറ്റി മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനിയും നമുക്ക് എന്തായാലും ലോക്ക്ഡൗൺ തുടർന്നുകൊണ്ട് പോവുക അത്രയൊരു നമുക്ക് എടുക്കാൻ പറ്റിയൊരു ഡിസിഷൻ അല്ല ലോക്ക്ഡൗൺ നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളത്. കാരണം അത് വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റുകൾ ഇനിയും മാർക്കറ്റിലുണ്ടാക്കും. മാർക്കറ്റിൽ മാത്രമല്ല എക്കോണമിയിലും കൂടെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറോണയെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത്. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ന്യൂസുകളൊക്കെ കൂടുതലായിട്ട് വാച്ച് ചെയ്യുക, എന്താണ് പുതുതായിട്ട് വരുന്ന ഡിസിഷൻസ് എന്നൊക്കെ. ഇനി ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് എൻഡിങ് ആണ് നാസ്ഡാക്കിൽ കാണുന്നത്. ഏകദേശം 15 പോയിൻറ്റ്സിൻ്റെ അപ്പിലാണ് നാസ്ഡാക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഡൗ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 350 പോയിൻറ്റ്സിൻ്റെ അടുത്ത് പോസിറ്റീവിലാണ് ട്രേഡ് ആയത്. പിന്നെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നെല്ലാം തന്നെ നല്ലൊരു പോസിറ്റീവിലാണ് നിൽക്കുന്നത്. ഏകദേശം 1.5%-2% അടുത്താണ് എല്ലാ മാർക്കറ്റും പോസിറ്റീവിൽ നിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ SGX നിഫ്റ്റി ഒരു പോസിറ്റീവ് ട്രേഡിങ്ങിലായിരുന്നു. ഇപ്പോൾ പയ്യെ ആ ഒരു ബോർഡറിൽ ഒരു നെഗറ്റീവ് ട്രേഡിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ് പൊതുവേ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. ഗോൾഡിൻ്റെ പ്രൈസിൽ ഇന്നൊരു ഡൗൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ FIIൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പർച്ചേസാണ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത് ക്യാഷ് മാർക്കറ്റിൽ. ഏകദേശം 4716 കോടിയുടെ ഒരു നെറ്റ് പർച്ചേസാണ് FIIൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതുപോലെ തന്നെ DIIൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു നല്ലൊരു പർച്ചേസാണ് അവർ ക്യാഷ് മാർക്കറ്റിൽ കണ്ടത്. 2841 കോടിയുടെ നെറ്റ് പർച്ചേസാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നത്.
ഇനി രൂപയുടെ മൂല്യം നോക്കുവാണെങ്കിൽ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് രൂപയുടെ മൂല്യത്തിൽ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 75.66 ഇന്ന് രൂപയുടെ മൂല്യം എൻ്റെ ആയിരിക്കുന്നത്. ഇനി ഇന്നത്തെ സ്റ്റോക്ക് അപ്ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ ഇന്ന് നിഫ്റ്റിനെ പ്രധാനമായിട്ടും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവന്ന സ്റ്റോക്കുകൾ ബാങ്കിങ് സ്റ്റോക്കുകൾ തന്നെയായിരുന്നു. HDFC ബാങ്ക്, ICICI ബാങ്ക്, HDFC ഇവരൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തത് നിഫ്റ്റിയിലേക്ക്. പിന്നെ ഇന്നത്തെ ഒരു സ്റ്റോക്ക് അപ്ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ റിലയൻസ് അവരുടെ ജിയോ പ്ലാറ്റ്ഫോമിൽ രാജ്യത്തിന് പുറത്തൊരു IPO റിലീസ് ചെയ്യുന്നതിനായിട്ടുള്ളൊരു വർക്കൊക്കെ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് കുറേ കമ്പനികളുടെ റിസൾട്ട്സ് ഏർണിങ്സ് റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടൈറ്റാൻ കമ്പനി നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു COVID-19 കുറിച്ചുള്ളൊരു അപ്ഡേറ്റൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ബിസിനസ്സിലൊക്കെ എത്രമാത്രം ഹിറ്റ് വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പിന്നെ ഭാരതി എയർടെൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതായിരുന്നു അവരുടെ പ്രൊമോട്ടേഴ്സ് ഷെയർസ് ഓഫർ ചെയ്യുന്നു, അത് സെയിൽ ചെയ്യാനുള്ള ഒരു ഓഫറിംഗ് വെക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഓഫറിംഗ് വഴിയായിട്ട് അവർ 8433 കോടി അവർ റേസ് ചെയ്തതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർസ് സെൽ ചെയ്തത് വഴിയായിട്ട്. പിന്നെ ദീപക് നൈട്രേറ്റ് നോക്കുകയാണെങ്കിൽ അവരുടെ ഏർണിങ്സ് റിലീസിൽ നെറ്റ് പ്രോഫിറ്റാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 88.3% നെറ്റ് പ്രോഫിറ്റ് റൈസാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. പിന്നെ മാക്സ് ഫിനാൻഷ്യൽ സർവീസ് നോക്കുകയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റിൽ 96.7% ഫോളാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ VIP ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിലും അവിടെയും 62.5% നെറ്റ് ഫോളാണ് പ്രോഫിറ്റിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്റ്റേക്ക് സെയിലിനായിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, ഏകദേശം 7500 കോടി റേസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ അവർ ഏകദേശം 3.4% ഷെയർസാണ് അവർ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ള 3.4% ഷെയർസാണ് അവർ വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതായത് RBIൻ്റെ ഓർഡർ പ്രകാരം അവരുടെ ഹോൾഡിംഗ് 26% താഴേക്ക് കൊണ്ടുവരാനായിട്ട് ഓഗസ്റ്റിനുള്ളിൽ താഴേക്ക് കൊണ്ടുവരാനായിട്ട് അവർ 3.4% സ്റ്റേക്സാണ് സെയിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ അടുത്തായിട്ട് ടൈറ്റാൻ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അവർ കൊടുത്ത അപ്ഡേറ്റ് പ്രകാരം നോക്കുവാണെങ്കിൽ അവരുടെ 43% സ്റ്റോഴ്സ് അവർ വീണ്ടും ഓപ്പറേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അത് റെസ്യൂം ചെയ്തിട്ടുണ്ട് ബിസിനസ്. പക്ഷേ അവരുടെ റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ ഏപ്രിൽ മാസവും മെയ് മാസവും ഒക്കെ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് നോ സെയിൽ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ലോക്ക്ഡൗൺ ഒക്കെ വന്നതുകൊണ്ട് തന്നെ. അതുമാത്രമല്ല ആ ഒരു നോ സെയിൽ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ക്യാഷ് ഫ്ലോ എല്ലാം നെഗറ്റീവിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വാർട്ടറിലൂടെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നോർമലിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷകളാണ് അവർ തരുന്നതും. പിന്നെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ മാക്സ് ഫിനാൻഷ്യൽ സർവീസ് നമ്മൾ കണ്ടിരുന്നു, അതായത് നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 96.7% ഡൗൺ ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ EBITDA നോക്കുവാണെങ്കിലും 31.7% ഡിക്ലൈൻ ആണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ ബ്രോക്കറേജ് ഫേം അവർ ഒരു ബൈ റേറ്റിംഗ് ആണ് മാക്സ് ഫിനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം കൊടുത്തിരിക്കുന്നത്. അതും പ്രൈസ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 600 രൂപയാണ് അവർ പ്രൈസ് ടാർഗറ്റ് പറയുന്നത്. പിന്നെ VIP നമ്മൾ കണ്ടിരുന്നു, അവിടെയും 120 കോടിയുടെ റവന്യൂ ലോസാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രോഫിറ്റിൽ നോക്കുകയാണെങ്കിൽ 62.5%, അതുപോലെ തന്നെ റവന്യൂവിൽ നോക്കുകയാണെങ്കിൽ 28% ഡിക്ലൈനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സൺഫാർമ അവരുടെ ഏർണിങ്സ് റിലീസിൽ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ 14% വർധനവ് അവർ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 42% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ Q4 നോക്കുകയാണെങ്കിൽ 261 കോടിയുടെ നെറ്റ് ലോസാണ്, എക്സെപ്ഷണൽ ലോസാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡാബർ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം റവന്യൂവിൽ 12.3% ഡൗൺ ആണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ എബിഡയിലെല്ലാം നോക്കുകയാണെങ്കിൽ ഡൗൺ ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ അവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പെർ ഷെയറിൽ ₹1.60 അവർ ഡിവിഡൻഡായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ട ന്യൂസായിരുന്നു ടാറ്റ സ്റ്റീലിൻ്റെ ഫിച്ച് റേറ്റിംഗ് അവർ ഡൗൺഗ്രേഡ് ചെയ്തതായിട്ട്. അതിൽ ടാറ്റ സ്റ്റീൽസ് ഇപ്പോൾ ഒരു ന്യൂസ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫിച്ച് റേറ്റിംഗുമായിട്ടുള്ള കോൺട്രാക്റ്റ് കഴിഞ്ഞ മെയ് ആദ്യ ദിവസങ്ങളിൽ തന്നെ അവർ എൻഡ് ചെയ്തിരുന്നു. ഫിച്ച് റേറ്റിംഗുമായിട്ട് ഇപ്പോൾ അവർക്ക് ഒരു കോൺട്രാക്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ അവരൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിച്ച് റേറ്റിംഗ് കൊടുത്ത ഒരു റേറ്റിംഗ് അതും കമ്പനിയായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള രീതിയിലാണ് ഇവർ ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അതൊരു സ്റ്റോക്കിന് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. പിന്നെ ഇന്ന് 2-3 കമ്പനികളുടെ ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട്. JSW എനർജി നോക്കുകയാണെങ്കിൽ 47.39 ലാക്ക് ഷെയർസിൻ്റെ ഒരു ലാർജ് ട്രേഡാണ് നടന്നിരിക്കുന്നത് NSEയിൽ.
പിന്നെ വിപ്രോയിൽ നോക്കുകയാണെങ്കിൽ 20.6 ലക്ഷം ഷെയർസിൻ്റെ ട്രേഡാണ് നടന്നിരിക്കുന്നത്. അതും NSEയിലാണ് നടന്നിരിക്കുന്നത്. പിന്നെ ടാറ്റ മോട്ടോഴ്സിലും അതുപോലെ തന്നെ ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട് 21.35 ലക്ഷം ഷെയർസിൻ്റെ. അപ്പോൾ ഈ ഒരു ലാർജ് ട്രേഡ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ബയേഴ്സും സെല്ലേഴ്സും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല ആരാണ്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ മൂന്നും ലാർജ് ട്രേഡും 3 കമ്പനികൾക്കും പോസിറ്റീവായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്ലോബൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊറോണയുടെ കേസുകൾ ഇപ്പം 5.5 മില്യണിൽ നിൽക്കുന്നു. പിന്നെ US സംബന്ധിച്ചുള്ള പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർധനവിലുണ്ടായിരുന്ന ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ ആ വർധനവിൻ്റെ റേറ്റ് ഫ്ലാറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു സ്ലോനെസ് കാണുന്നുണ്ട് എന്നാണ് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് പറയുന്നത്. പിന്നെ ലോസ് ആഞ്ചലസിൽ നോക്കുകയാണെങ്കിൽ അവർ വീണ്ടും കൂടുതൽ റിലാക്സേഷൻസ് അവിടെ എക്കണോമിയിൽ കൊണ്ടുവരാൻ പോകുന്നു. റീറ്റെയിൽ സ്റ്റോഴ്സ് അതുപോലെ തന്നെ റിലീജിയസ് സർവീസ് എല്ലാം വീണ്ടും തുടങ്ങാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 1,52,000 എത്തി നിൽക്കുകയാണ് കൊറോണ കേസസ്. 6,387 കേസസാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോഴും കൊറോണയെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് പറയാനായിട്ടില്ല. കാരണം നമുക്കിപ്പോഴും ഒരു മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസുകളൊന്നും കേൾക്കാനായിട്ടില്ല അങ്ങനെ. എങ്കിലും ഇപ്പം എല്ലാ എക്കോണമികളും കൊറോണയുടെ ഒപ്പം ജീവിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ കാണുന്നത്. അപ്പം ഇത് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് എങ്ങനെ കൊറോണയുടെ ന്യൂസുകളോട് ഇനി എങ്ങനെ പ്രതികരിക്കുന്നു, അതുമാത്രമല്ല നമ്മുടെ US ചൈന ട്രേഡ് വാർ അതിനെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റുകൾ, അതിലേക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റിന് ഒരു ഉണർവുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെയും അതുപോലെ തന്നെ ഈ ന്യൂസുകളെയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഒരു സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ തുടരുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.